ഭൂമിയുടെ പേര് മാറ്റാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ലാലിച്ചൻ, ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരെയാണ് വിജിലൻസ് പിടികൂടിയത്. ഒരാളുടെ പക്കൽ നിന്ന് 5000 രൂപയും മറ്റൊരാളുടെ പക്കൽ നിന്ന് 2000 രൂപയും പിടിച്ചെടുത്തു. ഭൂമിയുടെ പേര് മാറ്റുന്നതിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ് മാസമാണ് എളമക്കര സ്വദേശി കൊച്ചിൻ കോർപ്പറേഷന്റെ സോണൽ ഓഫീസുമായി ബന്ധപ്പെടുന്നത്. ഭൂമിയുടെ പേര് മാറ്റുന്നതിനായി പലതവണയായിട്ട് കയറി ഇറങ്ങി. ആ സമയത്താണ് ഉദ്യോഗസ്ഥൻ എളമക്കര സ്വദേശിയോട് പണം ആവശ്യപ്പെടുന്നത്. ഇൻസ്പെക്ടർ മണികണ്ഠന് 2000 രൂപയും സൂപ്രണ്ടിന് 5000 രൂപയും നൽകാനാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് എളമക്കര സ്വദേശി വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും കൈക്കൂലിയുമായി പിടിയിലാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രത്യേക സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. നിലവിൽ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ സന്നിധാനത്തും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. രഹസ്യ കേന്ദ്രത്തിൽ വച്ചാണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ സൂചന. ദ്വാരപാലക പാളിയിലെയും കട്ടിലപ്പാളിയിലെയും സ്വർണ്ണ കവർച്ചയിലാണ് ചോദ്യം ചെയ്യൽ. പരമാവധി തെളിവുകളുമായി മൊഴികളും ശേഖരിച്ചതിന് ശേഷമാണ് SITU ചോദ്യം ചെയ്യൽ. 2 കേസുകളിലെയും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കും. 2 സമയത്തിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്നാണ് വിലയിരുത്തൽ. വാതിൽപ്പാളിയിലെ സ്വർണം 2019 മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയെന്നാണ് കരുതപ്പെടുന്നത്. ദ്വാരപാളിക ശില്പത്തിലെ സ്വർണം 2019 ഓഗസ്റ്റിൽ കവർന്നതായാണ് കരുതപ്പെടുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനക്കും. മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമുണ്ട്. എറണാകുളത്ത് നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 mm വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. നാളെ എറണാകുളത്ത് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ കൂൺ കഴിച്ച് ഒരു കുടുംബത്തിലെ 6 പേർ ആശുപത്രിയിൽ. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കുമ്പച്ചൽ കടവ് സ്വദേശി മോഹനൻ കാണിയും കുടുംബാംഗങ്ങളെയുമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർ രാവിലെ വനത്തിൽ നിന്ന് ശേഖരിച്ച കൂൺ പാകം ചെയ്ത് കഴിച്ചതിനു ശേഷം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മോഹനൻ കാണിയുടെ ചെറുമക്കളായ അഭിഷേക്, അനശ്വര എന്നിവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. മോഹനൻ കാണിയുടെ ഭാര്യ സാവിത്രി, മകൻ അരുൺ, മരുമകൾ സുമ എന്നിവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും സുമ ഒഴികെയുള്ള എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 6 പേരും നിലവിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്.